ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകനാണ്, കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറയാൻ മടിയില്ലാത്ത മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അങ്ങേക്ക് വളരെ കൃത്യമായിട്ടറിയാം കോൺഗ്രസിന് മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എത്ര കഠിനമാണ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ ഈ 21 സീറ്റുകൾ എന്ന് പറയുന്നത് എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള അധിക വിളവെടുപ്പ് കൊണ്ടാണ്. അതല്ലെങ്കിൽ എവിടെയൊക്കെ ഏതൊക്കെ ജില്ലകൾക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് എത്ര സ്വാധീനമാണ് കോൺഗ്രസിന് ഒറ്റയ്ക്കുള്ളത് എന്നത് വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് അങ്ങ് ഇപ്പോൾ ഈ പാനലിരിക്കുമ്പോൾ. മറ്റുള്ള നേതാക്കളെല്ലാവരും ഇവിടെ ഈ പറയുന്ന 60-ന് മുകളിലെ സീറ്റ് എന്ന് പറയണമെങ്കിൽ എത്ര കഠിനമായി പ്രവർത്തിക്കണം. അങ്ങനെ കഠിനമായി പ്രവർത്തിക്കണമെങ്കിൽ ഈ നേതാക്കളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടേ? ഇനി വിവാദത്തിനുള്ള സാധ്യത എന്താണ്? നോക്കൂ, മാധു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു അങ്ങനൊരു തോന്നൽ പ്രവർത്തകർക്കും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്നുള്ളത്. അത് ഉണ്ടാകുക എന്നുള്ളത് മാധ്യമങ്ങളുള്ളിടത്തോളം കാലം നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മളുടെ ചോദ്യം ചോദിക്കുക, അവരെന്തെങ്കിലും ആൻസർ പറയും, അത് നമ്മൾ പർവ്വതീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ നിൽക്കും, അത് അവർ വിശ്വസിക്കാതിരിക്കാം. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഇവര് ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനങ്ങളുടെയൊക്കെ ബൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ ആരും മറന്നുപോയിട്ടുള്ളതൊന്നല്ല, അതിലെ രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടല്ല ലോകത്തിലുള്ളവരാരും വിശ്വസിക്കാത്തത്. അവനവൻ ചെയ്തു കൂട്ടിയതും അവനവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്തതും അവനവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കിന് വേണ്ടി ബഹളമുണ്ടാക്കുന്ന ഈ ചർച്ചയുടെ ഭാഗമാക്കണമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. മാധ്യമങ്ങളില്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറയുന്ന വിഷ്വൽ, അതിനുള്ളിലുള്ള വിഷ്വൽ പുറത്തേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു പോയാൽ ഐക്യം കൂടുതൽ വെളിവായി പോവേ. അല്ല മാധു, അത് പറഞ്ഞോളൂ. കാരണം അതിനുശേഷമല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് വിജയിച്ചത്, വയനാട് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. അതൊക്കെ പോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന നമുക്ക് ഓർമ്മയില്ലേ? അല്ലാതെ ആയിക്കോട്ടെ, അല്ല ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം എടുക്കാം. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് 10, 19, 18 സീറ്റിൽ ജയിച്ചത്? അതിലിവിടുന്ന് അസംബ്ലി മണ്ഡലങ്ങളാണല്ലോ. ഞാൻ മാധു ആലോചിച്ചിട്ടും മാധു പറയാതിരുന്നാണെന്ന് എനിക്കറിയില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്ര അസംബ്ലി മണ്ഡലങ്ങളുണ്ട്? 7 എണ്ണം. ആ 7 ഇടത്ത് UDF മുൻതൂക്കം, പാലക്കാട് UDF മുൻതൂക്കം. അപ്പോൾ 8 എണ്ണം കഴിഞ്ഞില്ലേ? പിന്നെ ചേലക്കര CPM. അപ്പോൾ അവിടെ തന്നെ 9-ൽ 8ഉം UDF ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീലാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ശ്രീലാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു. അതായത് VD സതീശന് കിട്ടിയ ഡാറ്റാസ് പോലെ ഏത് നേതാവിനും കിട്ടും. പക്ഷേ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹം അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആ ഡാറ്റാസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിലും വോട്ട് ചെയ്യേണ്ടവർക്കിടയിലും മുഖ്യമന്ത്രി സ്ഥാനം ഒരു തർക്കവിഷയമല്ലാത്തത് ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ പൊതുപണിമുടക്കിലെ CPI സംഘടന പങ്കെടുത്തടക്കം ഞാൻ പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, CPM കുറിച്ച് നമ്മളുടെ ഷാനിബ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഷാനിബെ, MV ഗോവിന്ദൻ മാഷ് കലാരാജുവിൻ്റെ ആ തട്ടിയെടുക്കലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ CPM രാഷ്ട്രീയം. പിന്നെ മറ്റു കാര്യം എന്താണ്, നമ്മുടെ ജേക്കബ് ജോർജ് പറഞ്ഞൊരു കാര്യമാണ് രസാവഹം. അതായത് VD സതീശനെ പോരാ, പക്വത പോരാ. എൻ്റെ ജേക്കബ് ജോർജ് എന്നെക്കാട്ടിലും കൂടുതൽ തിരുവനന്തപുരം രാഷ്ട്രീയം കണ്ട ആളാണ്. K കരുണാകരൻ എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റിയോ? AK ആൻ്റണിക്ക് എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റിയോ? പക്ഷേ കോൺഗ്രസ് ജയിച്ചു. അവിടെയാണ് കാര്യം. ഞാൻ അതാ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിലൊക്കെ മാറ്റം സംഭവിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുല്യരായ നേതാക്കൾ ഒരുപാടുണ്ട്. അതിലൊന്നാമൻ ആരാണെന്നുള്ള തർക്കം ഏത് കാലത്തുമുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം, വിഷമമുള്ള കാര്യമല്ല. പക്ഷേ ഒരു രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്താണോ നടന്നത് അതേ ചർച്ച ചെയ്യാവൂ. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. മാധു പറഞ്ഞല്ലോ, കോൺഗ്രസ് അനുഭാവിയായ പത്രപ്രവർത്തകൻ, പക്ഷമുള്ള പത്രക്കാരനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സംയുക്ത വാർത്താ സമ്മേളനമാണ് ഏറ്റവും വലിയ ചർച്ചയാക്കിയത്. അങ്ങനെ KPCC എന്നൊരു നോട്ടീസ് പോയിട്ടില്ല. പിന്നെ എങ്ങനെ അങ്ങാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്താമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നടത്താത്തത് എന്ന് നടത്തുമെന്ന് ഞാൻ ഈ ചർച്ചയിൽ എവിടെയും ആവർത്തിച്ച് ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നടത്താം, നടത്തില്ല എന്നുള്ളത് നടത്തില്ല. ഇതൊന്നും വലിയ വിഷയമല്ലെന്ന്. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായ ചോദ്യം എന്ന് പറയുന്നതും അവിടെ ഉണ്ടായ തർക്കം എന്ന് പറയുന്നതും അത് സൂചിപ്പിക്കുന്ന ഐക്യമില്ലായ്മയുമാണ് ചർച്ച. അല്ലാതെ സംയുക്ത വാർത്താ സമ്മേളനം നടത്താത്ത ഒരു വലിയ സംഭവമാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മാധു നോക്കൂ, ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഏത് യോഗമാണെങ്കിലും, ഒരു ക്യാമ്പാണെങ്കിലും, അല്ലെങ്കിൽ KPCC ജനറൽ ബോഡി ആണെങ്കിലും, അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ഐക്യമില്ലായ്മയായിട്ട് നിങ്ങൾ കാണുക?
അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലെ രാഹുൽ ഗാന്ധി ഇരുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം സംസാരിച്ചിട്ടില്ലേ? അത് ഐക്യമില്ലായ്മ കൊണ്ടാണോ? കെ ആന്റണിയും കെ കരുണാകരനും പരസ്പരം സംസാരിച്ചിട്ടില്ലേ? ഐക്യമില്ലാത്തതുകൊണ്ടാണോ? അതിനാണ് രാഷ്ട്രീയകാര്യ സമിതി. അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചാൽ പോരെ? അതായത് നമ്മൾ സി പി എമ്മായിട്ട് താരതമ്യം ചെയ്യല്ലേ? സി പി എമ്മിൽ എന്താണ്? പിണറായി വിജയൻ വന്നിരുന്നാൽ പിന്നെ ആരും സംസാരിക്കില്ല. അതാ പ്രശ്നം. പിണറായി വിജയൻ അതല്ലേ നമ്മൾ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ ആരും മിണ്ടില്ല. കുഴപ്പമില്ല, മറ്റ് അത്തരം ആരോപണങ്ങൾക്കൊന്നും പ്രശ്നവുമില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനുള്ള ഒരു ഇടമാണ് എന്നും എല്ലാ കാലത്തും കോൺഗ്രസ് ഇത്തരം പടലപ്പിടക്കങ്ങളെ ജനാധിപത്യത്തിന്റെ ബാഹുല്യം, ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കാറും ആഘോഷിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. അതതിന്റെ മാക്സിമം ആണ്. അത് എക്സ്പോസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതേ ഉള്ളൂ.